ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് വണ്ടി BS6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാനായിട്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്ക് വേണം, മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ബാക്കിലെ ബ്രേക്സ് മാറ്റണം. അതുപോലെ ചെയിൻ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ ചെയിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയിൻ സ്പോക്കറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. കംപ്ലൈൻറ്റ് സ്റ്റാർട്ടിങ് ആണ്, ചെറിയൊരു സൗണ്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കയ്യോടെ ഇപ്പോൾ മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ കൂടുതൽ സൗണ്ട് വരുമ്പോൾ അപ്പോൾ മാറ്റിയാലും മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതേപോലെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പ്ലഗ് ആയാലും നല്ലൊരു വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റുന്നത്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടത്. ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണം. നമുക്ക് പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത് ബൾബിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ ഹെഡ്ലൈറ്റിൻ്റെ ബൾബൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. അതുപോലെ അതിൻ്റെ ഇഗ്നേഷൻ ഒരു ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഗ്നേഷൻ അയച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം നമുക്ക്. ഇതൊരു ആക്സിഡൻറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. വണ്ടി ഒരു സൈഡൊക്കെ തിരിക്കുമ്പോൾ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കേബിള് ഇതിന് തീരെ ഈ ത്രോട്ടലിന് തീരെ പ്ലേ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് അത് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് ആ പ്ലേ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഇപ്പോൾ മാറ്റണ്ട. ഇനി റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അതായത് 12,000 കിലോമീറ്ററിലാണ് എഞ്ചിൻ ഓയിൽ മാറ്റിയിരിക്കുന്നത്. മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 3,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ലെവലും അത്യാവശ്യം കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. ഞാൻ എഞ്ചിൻ ഓയിൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 ആ റേഞ്ച് വോൾട്ട് വന്നിട്ടുണ്ട്. ഇത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ് നമുക്കിവിടെ അറിയാൻ പറ്റില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ വേറെ പറയാനായിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഫുട്രസ്റ്റാണ്. ഫ്രണ്ട് റൈറ്റ് സൈഡുള്ള ഫുട്രസ്റ്റ്. ഇതിൽ റബ്ബർ മാത്രം. ഇവിടെ ഒരു ക്ലാമ്പ് വരും. ആ ക്ലാമ്പൊക്കെ പോയിരിക്കുകയാണ്. ആ ബോട്ടും ക്ലാമ്പും കൂടെ പോയിരിക്കുന്നത്. നമുക്ക് ആ ക്ലാമ്പ് മാത്രമായിട്ട് കിട്ടില്ല. അത് ഫുൾ സെറ്റായിട്ടേ വരുള്ളൂ. ഫുട്രസ്റ്റ് ഫുൾ സെറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ ഡ്രസ്സും കൂടി മാറ്റുന്നതിൻ്റെ ഒരു എമൗണ്ട് ഞാൻ പറയാം. ഡ്രസ്സ് നമുക്ക് ഏകദേശം 250 രൂപ അടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. എഞ്ചിൻ ഓയിൽ കൂട്ടാം, അതുപോലെ ഫുട്രസ്റ്റ് കൂട്ടാം, ഹെഡ്ലൈറ്റ്, ബൾബ്, ഇഗ്നിഷൻ ക്ലീനിങ്, നമ്മൾ ജനറൽ സർവീസ്, ബാക്കിലെ ബ്രേക്സ്, പിന്നെ ചെയിൻ സ്പോക്കറ്റാണ്. ചെയിൻ സ്പോക്കറ്റ് സൗണ്ട് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ അതൊന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വേറെ പറയാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പയർ ആയി.